ഇതിപ്പോൾ കണിയാണോ അതോ കെണിയാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. എന്തായാലും നമുക്ക് കിട്ടിയ കൊഞ്ചിനെ എന്തായാലും ക്ലീൻ ആക്കാം. എനിക്ക് ഈ സാധനം ഒത്തിരി ഇഷ്ടമാണ് കഴിക്കാനായിട്ട്, അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനും വെക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത ക്ലീനിങ് പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്ലീനിങ്ങിലൊരു റെക്കോർഡ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ PhD എടുക്കുകയോ ചെയ്യും. ഇതാണ് കേട്ടോ ദിലുവിൻ്റെ കംഫർട്ട് സ്പേസ്. ഇതിലാണ് കേട്ടോ ആൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ മൊത്തം ക്ലീൻ ചെയ്ത് ഇതെല്ലാം അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട്. ഇത് എത്ര അടുക്കി ഒതുക്കിയാലും നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴത്തേന് വീണ്ടും തലതിരിഞ്ഞ് വരും. പിന്നെ നമ്മുടെ ആസ്യൂഷനുള്ള പരിപാടി തൂക്കലും വാരലും തുടയ്ക്കൽ, അതിപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഡെയിലി റുട്ടീനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമുക്കിന്ന് കഴിക്കാനായിട്ട് ചോറും തോരനും നമ്മുടെ കൊഞ്ച് റോസ്റ്റും ഉപ്പിലിട്ട മാങ്ങയും വീണ്ടും നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. സംഭവം കിടുവാണേ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ടൗണിലോട്ട് ഇറങ്ങി. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, വേറൊന്നും അല്ല കേട്ടോ. അങ്ങനെ സ്മാർട്ട് ബസാറിൽ വന്ന് ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ ആദ്യം വരുന്നത്, ഈ അവക്കാഡോയുടെ റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് വേണ്ട സാധനങ്ങളെല്ലാം നുള്ളിപ്പറക്കി ഇതേ പുറത്തിറങ്ങി നമ്മളൊന്ന് ക്യാമറ ഓണാക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരാളുടെ അവസ്ഥ. എന്താ ചെയ്യുക? അങ്ങനെ നമ്മൾ നേരെ മൈജിയിലെത്തി. നമുക്കൊരു ബിരിയാണി പോട്ടും പിന്നെ ഒരു കടായി ഒക്കെ വേണമായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാത്രങ്ങളുടെ സെലക്ഷൻ നടക്കുമ്പോൾ മറുവശത്ത് ഞാനിവിടെ ഐഫോണിൻ്റെ സെലക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. iPhone 17 Pro Max കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ iPhone Airൻ്റെ സീരീസ് കാണുന്നത്. 97,000 രൂപ എങ്ങാണ്ടാണ് എൻ്റെ റേറ്റ് വരുന്നത്. ഞാനങ്ങനെ എൻ്റെ ക്യാമറയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനത്തിന് ബില്ലും ചെയ്തിട്ട് നേരെ നമ്മളൊരു ചായക്കടയിൽ വന്നു. അങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കടായി കേട്ടോ. ഇത് ബ്ലൂബെറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അതേപോലെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി ഫീഡ്ബാക്ക് അറിയിക്കാവേ. അങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം അതാത് പോട്ടുകളിലൊക്കെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച മുസമ്പിയായിരുന്നു. അങ്ങനെ അതും ചെത്തി തിന്ന്. നമുക്കിന്ന് നൈറ്റ് ഫുഡായിട്ട് എഗ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. കൂടെ 5-6 പ്രോൺസും ഇട്ടിട്ടുണ്ടായിരുന്നു, രാവിലത്തെ പ്രോൺസ്. അങ്ങനെ അതും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ കുശാലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം.